വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹം സ്വയം പ്രശംസിക്കുന്നില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13 4 വാക്യം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം സ്വയം പ്രശംസിക്കുന്നില്ല. അത് പ്രസിദ്ധി തേടുന്നില്ല. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ പേരും പ്രശസ്തിയും അംഗീകാരവും പ്രതീക്ഷിക്കാതെ പശ്ചാത്തലത്തിൽ നിന്ന് നിശബ്ദമായി നന്മ ചെയ്യുന്നു. ബൈബിൾ പറയുന്നു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെ താൻ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് അംഗീകാരം നേടുന്നത്. ഇത് 2 കൊരിന്ത്യർ 10 17-18 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്നേഹനിധിയായ യേശുവിനെ നോക്കൂ. അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്നു. അവൻ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു. പല അവസരങ്ങളിലും സുഖം പ്രാപിച്ചവരോട് അത് വെളിപ്പെടുത്തരുതെന്ന് അവൻ നിർദ്ദേശിച്ചു. ആളുകൾ അവനെ രാജാവാക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ അവരുടെ ഇടയിൽ നിന്ന് പിൻവാങ്ങി. അവൻ സ്വയം മഹത്വം ആഗ്രഹിച്ചില്ല. ക്രിസ്തുവിന്റെ സ്നേഹം അങ്ങനെയാണ്. പ്രശംസിക്കാത്ത സ്നേഹം ക്രിസ്തുതുല്യമായ സ്നേഹമാണ്. ഈ സ്നേഹമാണ് അവനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം അവനെ പാപികളും മത്സരികളുമായ ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. അവന്റെ സ്നേഹം അവനെ ഒരു ദാസന്റെ രൂപം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു. ആ സ്നേഹം പാപികളായ നമ്മെ വീണ്ടെടുത്തതിനാൽ നശിച്ച ആത്മാക്കളെ രക്ഷിക്കാൻ നാമും ഏത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിരിക്കണം. ജോൺ സ്മിത്ത് എന്ന ദൈവദാസൻ ഒരിക്കലും അംഗീകാരം തേടിയില്ല. ഒരിക്കൽ നെഞ്ചിൽ തലോടിക്കൊണ്ടിരുന്ന അദ്ദേഹം നിലവിളിച്ചു, കർത്താവ് എനിക്ക് വ്യക്തമായ ഒരു പാത കാണിച്ചു തന്നിരിക്കുന്നു. നശിച്ചുപോകുന്ന ആത്മാക്കളുടെ മൂല്യം കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു. ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ജീവൻ പ്രയോജനപ്പെടുന്നില്ല. കർത്താവെ, എനിക്ക് ആത്മാക്കളെ തരൂ, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ഈ ഭാരത്താൽ അദ്ദേഹം കഠിനമായി കരഞ്ഞു. അണയാത്ത തീയിലേക്ക് അശ്രദ്ധമായി പോകുന്ന ആത്മാക്കളുടെ അവസ്ഥ കാണാൻ കർത്താവ് നമുക്ക് കണ്ണുകളും കരുണയും സ്നേഹവും കൊണ്ട് അവയിലേക്ക് നടക്കുന്ന കാലുകളും നൽകട്ടെ. നമ്മുടെ ചിന്തകളെയും ധ്യാനങ്ങളെയും പ്രവൃത്തികളെയും അവൻ ദിവ്യ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ. കാൽവറിയുടെ സ്നേഹം ഉയർത്തി ആത്മാക്കളെ നേടാനുള്ള കൃപ അവൻ നമുക്ക് നൽകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം യഥാർത്ഥത്തിൽ ആസ്വദിച്ചവർ എപ്പോഴും നശിച്ചുപോകുന്ന ആത്മാക്കൾക്കു വേണ്ടി ഒരു ഭാരം വഹിക്കും. അത്തരം ഹൃദയങ്ങളിൽ സ്വയം മഹത്വത്തിന് സ്ഥാനമില്ല. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിൽ നിർബന്ധിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 4 5 വാക്യം. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നുമത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോശുവ 22, 23, 24 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 3 അധ്യായം. ആമേൻ.